Hi everyone. Let us take a journey through the social life of Pandita Ramabai Saraswati. Pandita Ramabai Saraswati, she was an Indian social reformer, a pioneer in the field of education and emancipation of women in India. She was the first woman to be accorded the title of Pandita as a Sanskrit scholar. She was one of the 10 women delegates of the Congress session of 1889. Her father, Anand Shastri Dongre, was a Sanskrit scholar, taught her Sanskrit at home. Then in 1878, Calcutta University conferred on her the titles of Pandita and Saraswati in recognition of her knowledge of various Sanskrit works. Pandita Ramabai Saraswati, ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടിയും സമൂഹത്തിൽ ഉയർന്ന നിലയിലേക്ക് ഇന്ത്യൻ സ്ത്രീകളെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് പണ്ഡിത രമാബായി സരസ്വതി. ഇന്ത്യയിലെ സാൻസ്ക്രിറ്റ് സ്കോളർ എന്ന സംസ്കൃത പണ്ഡിത എന്ന ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് പണ്ഡിത രമാബായി സരസ്വതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടതിനു ശേഷം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷമെന്ന് നമുക്കറിയാം. അതിനുശേഷമുള്ള വിത്തിൻ 4 ഇയേഴ്സിനുള്ളിൽ തന്നെ അതിലെ 10 സ്ത്രീകളിൽ 10 വിമൻ ഡെലിഗേറ്റ്സിൽ ഒരാളായി പണ്ഡിത രമാബായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ്. പണ്ഡിത രമാബായിയെ സാൻസ്ക്രിറ്റ് പണ്ഡിത എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് തീർച്ചയായും അവരുടെ പിതാവ് ആനന്ദ് ശാസ്ത്രിയാണ്. വീട്ടിൽ വെച്ച് സംസ്കൃതം പഠിപ്പിച്ചാണ് സംസ്കൃത പണ്ഡിത എന്ന സ്ഥാനത്തേക്ക് പണ്ഡിത രമാബായി സരസ്വതി വളർന്നു വന്നത്. പണ്ഡിത രമാബായി സരസ്വതി, രമാബായി എന്നാണ് അവരുടെ ആക്ച്വൽ നെയിം. പണ്ഡിത ആൻഡ് സരസ്വതി, ഈ 2 വിശേഷണങ്ങളും അവർക്ക് ചാർത്തിക്കൊടുത്തത് കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ്. 1878 സംസ്കൃത മേഖലയിൽ, സംസ്കൃത വിവിധ മേഖലയിൽ രമാബായി നൽകിയിരിക്കുന്ന സംഭാവനയെ പരിഗണിച്ചുകൊണ്ട് കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ് അവർക്ക് പണ്ഡിത അതുപോലെ സരസ്വതി എന്നീ വിശേഷണങ്ങൾ നൽകിയത്. Her childhood was full of hardship. She lost her parents early and her husband died within 2 years of marriage. പണ്ഡിത രമാബായി സരസ്വതിയുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, ശൈശവകാലം വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞത് തന്നെയായിരുന്നു. അകാലത്തിൽ തന്നെ അവർക്ക് അവരുടെ പാരൻസിനെ, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡ് മരിച്ചു. പിന്നീട് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് her husband, Ramabai moved to Pune, where she founded Arya Mahila Samaj. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം രമാബായി പൂനെയിലേക്ക് പോവുകയും and later she started her life dedicated for the emancipation of Indian women. And for that purpose, she started an association there, which is known as Arya Mahila Samaj, ആര്യ വിമൻ സൊസൈറ്റി. ഭർത്താവിൻ്റെ മരണശേഷം പൂനെയിലേക്ക് പോയി അവിടെ പിന്നീടുള്ള ശിഷ്ടകാലം ഇന്ത്യയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ആര്യ മഹിളാ സമാജ് എന്നൊരു സൊസൈറ്റിക്ക് അവർ രൂപം നൽകുന്നത്. ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് സൊസൈറ്റി വാസ് to promote the cause of women's education and deliverance from the oppression of child marriage. ആര്യ മഹിളാ സമാജ് എന്ന സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രത്യേക പരിഗണന നൽകി, ഒപ്പം തന്നെ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ശൈശവ വിവാഹമായിരുന്നു. അതിനെതിരെ പ്രവർത്തിക്കാൻ, അതിനെതിരെ ശബ്ദമുയർത്താൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവും കൂടി ആര്യ മഹിളാ സമാജ് എന്ന ഈ സംഘടനയ്ക്ക് പിന്നിൽ പണ്ഡിത രമാബായി സരസ്വതി ആഗ്രഹിച്ചിരുന്നു. Then in 1882, she got a chance to
attend or present her point regarding the emancipation of women. So when in 1882, a commission which was appointed by Government of India to look into education, and where she got a chance to provide evidence. Ramabai gave evidence before it. 1882 ഇന്ത്യ ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ ആലോചനയ്ക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു കമ്മീഷൻ. അവിടെ പണ്ഡിത രമാഭായിക്ക് അതിലൊരാളാവാൻ, കമ്മീഷന്റെ മുൻപാകെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി, അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചാൻസ് രമാബായിക്ക് ലഭിക്കുന്നു. ആൻഡ് രമാബായി's എവിഡൻസ് ക്രിയേറ്റഡ് എ ഗ്രേറ്റ് സെൻസേഷൻ ആൻഡ് റീച്ച്ഡ് ക്വീൻ വിക്ടോറിയ. അന്ന് ബ്രിട്ടൻ ഭരിക്കുന്നത് ക്വീൻ വിക്ടോറിയയാണ്. രമാബായി ഈ കമ്മീഷന് മുൻപാകെ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്വീൻ വിക്ടോറിയയുടെ ചെവിയിലെത്തി. അത് പിന്നീട് അതിനൊരു അനന്തരഫലം ഉണ്ടായി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു favorable result came from British government. It bore fruit later in starting off the women's medical movement by Lord Dufferin. Lord Dufferin, അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഡെഫറിൻ, പിന്നീട് ക്വീൻ വിക്ടോറിയയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഒരു വിമൻസ് മെഡിക്കൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് തീർച്ചയായും രമാഭായിയുടെ പ്രവർത്തനമായിരുന്നു. നേരത്തെ പറഞ്ഞ ആര്യ മഹിളാ സൊസൈറ്റിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായതുകൊണ്ടാണ് ഗവൺമെന്റ് അതിൽ ഇടപെടുകയും ലോർഡ് ഡെഫറിനിലൂടെ ക്വീൻ വിക്ടോറിയ വിമൻസ് മെഡിക്കൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശവും നൽകിയത്. ആൻഡ് ഷീ ഗോട്ട് എ ചാൻസ് ടു വിസിറ്റ് ബ്രിട്ടൻ, വിച്ച് വാസ് ഇൻ ദ ഇയർ 1883, ആൻഡ് there she got medical training, and during her stay she converted to Christianity. തുടർന്ന് 1883 രമാബായി ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ഒരു മെഡിക്കൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് രമാബായി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. And there she got a chance to meet various persons, including the priests and the missionaries. And later she was very much impressed by the Christianity and also the work of missionaries, and she embraced Christianity. അവിടെ വെച്ച് അനേകം മിഷണറിമാരെയും പുരോഹിതന്മാരെയും ഒക്കെ കാണാനുള്ള ഒരവസരം രമാബായിക്ക് ലഭിച്ചു. പെട്ടെന്ന് തന്നെ ക്രിസ്തുമതത്തിലേക്ക് ആകൃഷ്ടയാവുകയും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. Then from there, ഇംഗ്ലണ്ടിൽ നിന്നും, from Britain, she traveled to the United States in 1886 to attend the graduation of the first female Indian doctor, Anandibai Joshi, and staying for 2 years. ഇംഗ്ലണ്ടിൽ നിന്ന് പിന്നീട് അവർ പോകുന്നത് അമേരിക്കയിലേക്കാണ്. അതിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഷി വാണ്ടഡ് ടു അറ്റൻഡ് ദ ഗ്രാജുവേഷൻ ഓഫ് ഫസ്റ്റ് ഫീമെയിൽ ഇന്ത്യൻ ഡോക്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായ ആനന്ദിബായ് ജോഷിയുടെ ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലണ്ടിൽ നിന്ന് പിന്നീട് രമാബായി അമേരിക്കയിലേക്ക് പോകുന്നത്. അവിടെ ഒരു 2 വർഷം അവിടെ സ്റ്റേ ചെയ്തു. ആൻഡ് ഡ്യൂറിങ് ദോസ് പീരിയഡ് ഷി യൂസ് ദാറ്റ് ടൈം വെരി പ്രൊഡക്റ്റീവ്ലി. വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ച ഒരു പീരീഡ് ആയിരുന്നു അത്. ആൻഡ് ഷി ഓൾസോ ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ഗേവ് ലെക്ചേഴ്സ് ത്രൂ ഔട്ട് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കാനഡ. ആ 2 വർഷവും ഷി ട്രാൻസ്ലേറ്റഡ് മെനി ബുക്സ്, കുറേ ബുക്കുകൾ അത് വിവർത്തനം ചെയ്യുകയും ഒപ്പം തന്നെ അനേകം ക്ലാസ്സുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിലും കാനഡയിലും നൽകാനും അവർക്ക് സാധിച്ചു. Then let us look on her social works. Talking about her social works, she started another association which is known as Sharada Sadan. We already discussed Arya Mahila Society initially. So in India, Pandita Ramabai, she started an association called Sharada Sadan, which is known as Home of Wisdom. It was a school for women, started in Mumbai. And this was to be a non-sectarian school, where, however, all the caste schools of Brahmins were meticulously observed. So, the second social contribution of
Pandita Ramabai is Sharada Sadan, and purely or exclusively for widows, and started in Mumbai. And there it was actually non-sectarian school. Non-sectarian schools means she admitted this widows from um, different societies, different caste, creed, irrespective of their caste and creed. They admitted all widows. And again, through this society or through this association, she wanted to break up that Brahmin domination. Or actually, there is one of the aim of this association is she through this she wanted to lift the position of Indian women, Indian widows. At the same time, she wanted to end this Brahminical domination. The objective of the Sharada Sadan was to prepare women as efficient citizens of the society. അന്ന് കാലത്ത് നമ്മൾക്കറിയാം ആ കാലത്തുണ്ടായിരുന്നത് that society was a patriarchal society. So she wanted to end those kinds of social evils or uproot those kinds of social evils from our society and again lift the position of Indian women. And Ramabai's second school, Mukti, Ramabai designed a remedial curriculum. So this school was entirely different from the existing curriculum. രമാബായി മറ്റൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് മുക്തി എന്നാണ് അറിയപ്പെടുന്നത്. നിലവിലുള്ള സ്കൂളുകളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു മുക്തി എന്ന ഈ സ്കൂളിൽ നടന്നിരുന്നത്. ആൻഡ് ഷി പ്രിപ്പയർഡ് എ സ്പെഷ്യൽ കരിക്കുലം ഫോർ ഇറ്റ്. ഇതിനായിട്ടൊരു പ്രത്യേക കരിക്കുലമാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. So she included various classes. For example, the classes in physiology and botany were included to teach students about their own bodies and the physical world in which they lived. അപ്പം സാധാ സ്കൂളുകളിൽ പഠിക്കുന്നത് പോലെ സിലബസ് കൊടുത്ത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ ബോധം സ്ത്രീകളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പെൺകുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഈ മുക്തി എന്ന് പറയുന്ന സ്കൂളിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ കരിക്കുലമാണ് അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഫിസിയോളജിയും ബോട്ടണിയും ഒക്കെ പഠിപ്പിക്കുന്നതിലൂടെ ഓരോ സ്റ്റുഡൻറ്റിനും അവർക്കൊരു അവബോധം ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ബോഡിയെ പറ്റി, അവരുടെ ശരീരത്തിനെ പറ്റി, അവരുടെ സമൂഹത്തിലുള്ള അവരുടെ സ്ഥാനത്തെ പറ്റി ഒക്കെ കൃത്യമായി ഒരു അവബോധം നൽകിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സുകളായിരുന്നു ഈ സ്കൂളുകളിൽ നടത്തിയിരുന്നത്. Then what is her comment on the Hindu society? She was not pleased by the performance of Hindu society. So she was a great critic of the existing Hindu society, and she wanted to purify that society. Pandita Ramabai, no doubt, she was one of the greatest feminist reformer in modern Indian discourse. ഹിന്ദുമതത്തെയും ബ്രാഹ്മണിക്ക് മേധാവിത്വത്തെയും ഒക്കെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ പണ്ഡിത രമാബായിയെ ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകയും അപ്പോൾ ഒരു ഫെമിനിസ്റ്റ് റിഫോമർ എന്ന പേരിലും കൂടിയാണ്. ആൻഡ് ഇമാൻസിപ്പേഷൻ ഓഫ് വിമൻ, സ്ത്രീകളുടെ ഒരു സ്ഥാനം സമൂഹത്തിൽ അർഹതപ്പെട്ട സ്ഥാനത്തേക്ക് അവരെ ഉയർത്തുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു പണ്ഡിത രമാബായിക്ക് ഉണ്ടായിരുന്നത്. And she was a staunch believer that imparting education to women was the best remedy for dismantling the patriarchal structure. അപ്പം സ്ത്രീകളെ സമൂഹത്തിൽ എങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാം എന്നതിന് വേണ്ടി പലതരത്തിലുള്ള പോംവഴികൾ കൊണ്ടുവരും. ചിലർ വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരാം, അതിന് ഏതെങ്കിലുമൊക്കെ ഒരു പോംവഴി അല്ലെങ്കിൽ മാർഗം കണ്ടെത്തുന്നുണ്ട്. രമാബായിയെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ തന്നെ നിലവിലുള്ള സാമൂഹിക ഉച്ചനീചത്വങ്ങൾ അല്ലെങ്കിൽ അസമത്വങ്ങൾ എല്ലാം സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ദ ബെസ്റ്റ് വേ ഈസ് പ്രൊവൈഡ് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ടു വിമൻ. അതാണ് രമാബായിയുടെ ഒരു പോളിസി എന്നോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോമർ എന്ന നിലയിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന. ദാറ്റ് വാസ് വൺ ഓഫ് ഹർ ഫൈൻഡിങ് ദാറ്റ് ഇംപാർട്ടിങ് എഡ്യൂക്കേഷൻ ടു വിമൻ which is the best remedy for lifting women in a position or in a society or ending the patriarchal structure. And she hoped that women's education would lead to rejection of Brahminism and realization of the Pharisees within sacred literature.
എഡ്യൂക്കേഷനിലൂടെ മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട്. വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകൾ സ്വാഭാവികമായും അവർ കൂടുതൽ പഠനം നടത്തുകയും കൂടുതൽ വായനകളിലേക്ക് പോകുമ്പോൾ നിലവിൽ നിലവിൽ അവർ വിശ്വസിക്കുന്ന പലതും അന്ധവിശ്വാസമാണെന്ന് തിരിച്ചറിയുകയും റിയാലിറ്റി മനസ്സിലാക്കാൻ അവർക്ക് they will get a chance to realize the reality through this education. So that she hoped. The story of Pandita Ramabai is a source of inspiration to all feminists within India and abroad. ഒരു social reformer എന്ന രീതിയിൽ when we analyze, evaluate the contributions of Pandita Ramabai, we can without hesitation we can vote without hesitation we can say that she was one of the inspiration to all feminists within India and abroad. ഇന്ത്യക്കകത്തും പുറത്തും ഒരുപോലെ സ്ത്രീകൾക്ക് ഒരു മാർഗനിർദ്ദേശിയായി പണ്ഡിത രമാബായിയുടെ ജീവിതം ഉണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും she was not above the critic. എങ്കിലും ഒരു സൈഡിൽ on the one side, yes, she did a productive or a meritorious service to the social society, especially for emancipating the Indian women. At the same time, on the other side, she got various criticism from different corners of the society, especially because of her stand on the conversion. So I said that she embraced Christianity when she was in England. ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് she was very much pleased by the performance or by the activities of the missionaries. That's why she embraced Christianity. ഇപ്പൊ ക്രിസ്തു മതത്തിലേക്ക് അവർ ആകൃഷ്ടയായി. അതുമാത്രമല്ല അവരുടെ ജീവിതത്തിലൂടെ തന്നെ ക്രിസ്തു മതത്തിലേക്ക് അനേകരെ അവർ മതപരിവർത്തനം നടത്തുകയും ചെയ്തു. അപ്പോൾ ഒരു സൈഡിൽ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ സമൂഹം അവരെ അംഗീകരിക്കുമ്പോൾ മതപരിവർത്തനത്തിനും കൂടി അവരവരുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് അനേകം വിമർശകരെ ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നു. എസ്പെഷ്യലി ഷി വാസ് വെഹിമെന്റ്ലി അറ്റാക്ഡ് ബൈ തിലക് ആൻഡ് മോസ്റ്റ് ഓഫ് ഹർ സപ്പോർട്ടേഴ്സ് ലെഫ്റ്റ് ഹർ. പിന്നീട് പണ്ഡിത രമാബായി അധികമായി അല്ലെങ്കിൽ അമിതമായി മതത്തിന് പ്രാധാന്യം നൽകുന്നു, ക്രിസ്തു മതത്തിന് പ്രാധാന്യം നൽകുന്നു, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലേക്ക് അനേകരെ മതപരിവർത്തനം നടത്തുന്നു എന്ന് ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി പണ്ഡിത രമാബായിയെ വിമർശിക്കുകയും അതുവരെ അവർക്ക് നൽകിയിരിക്കുന്ന പിന്തുണ പലരും ഒഴിവാക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നതും ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി ചേർത്ത് വായിക്കേണ്ടത്. So that was all about Pandita Ramabai Saraswati.